ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷനിലൂടെ ബിൽഡിംഗ് ടാക്സ് എങ്ങനെയാണ് വീട്ടിലിരുന്ന് അടയ്ക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബിൽഡിങ് ആരുടെ പേരിലാണോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആധാർ നമ്പറാണ് നമുക്ക് കൊടുക്കുന്നത്. ആധാർ നമ്പറും മൊബൈൽ നമ്പറും നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആധാർ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP കൊടുക്കുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ടാവും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വെരിഫൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആധാർ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടാവും. ഒപ്പം മൊബൈൽ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് സെൻഡ് OTP കൊടുത്ത മൊബൈലിൽ വരുന്ന OTP വെച്ച് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ട് കൂടിയുണ്ട്. അതിനുശേഷം വാട്സാപ്പ് നമ്പറും ഇമെയിലും കൂടി കൊടുത്ത് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ID യും കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പ്രത്യേകിച്ച് മെയിലൊന്നും വന്നിട്ടില്ല. അതുപോലെ വാട്സാപ്പിലും പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഈ വീഡിയോ 2024 മാർച്ചിൽ ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസിൽ നിന്നും ഓൾ സർവീസസിലൂടെ പേ ടാക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബിൽഡിംഗ് ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് അതവിടെ കാണിച്ചെന്ന് വരില്ല. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് സെർച്ചും അഡ്വാൻസ്ഡ് സെർച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജില്ല, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം, സോണൽ ഓഫീസർ, വാർഡ് ഇയർ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊടുക്കണം, വാർഡ്, ഡോർ നമ്പർ ഇത്രയും മാത്രം കൊടുത്താൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാവും. ഇനി സ്മാർട്ട് സെർച്ചിലേക്ക് വരുമ്പോൾ ലിങ്ക് ചെയ്ത ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമാണ് മൊബൈൽ നമ്പറും ആധാർ നമ്പറും കൊടുത്താൽ നമുക്ക് ബിൽഡിംഗ് കാണിക്കുകയുള്ളൂ. ബിൽഡിംഗ് ID എന്നൊരു ഓപ്ഷനാണ് പിന്നീടുള്ളത്. അത് റിസീറ്റിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ യുണീക്ക് നമ്പർ എന്ന പേരിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ വെച്ച് എൻട്രി ചെയ്ത് നോക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ബിൽഡിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴയ റെസീറ്റിൽ നിന്നുള്ള യുണീക്ക് ID വെച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് ID ആയിട്ട് കൊടുത്തപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ടാക്സും അടക്കം കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേ നൗ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഡീറ്റെയിൽസ് എല്ലാം നന്നായി വായിച്ച് നോക്കിയിട്ട് പേ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അടയ്ക്കേണ്ട ടാക്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതും കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് പേ നൗ എന്ന ഓപ്ഷനിലേക്ക് തന്നെ പോകാവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും ഡിമാൻഡ് ID യുമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം പേ നൗ എന്ന ഓപ്ഷനിലേക്ക് വീണ്ടും പോവുക. വരുന്ന ബാങ്കുകളുടെ ഓപ്ഷൻസിൽ നിന്ന് ഏത് ഗേറ്റ് വേയും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല. അപ്പം ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഗേറ്റ് വേ ആണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വരുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഏത് ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വെച്ചിട്ട് പേ ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ UPI ID വെച്ചിട്ടുള്ള പേയ്മെൻ്റ് ആണ് നടത്താനായിട്ട് പോകുന്നത്. ഗൂഗിൾ പേയിലെ UPI ID കോപ്പി പേസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം പേ നൗ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതാണ്. റെസീറ്റ് കാണുന്നതിനായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണേ. അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്